ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്തിന്റെ പേരിലാണെങ്കിലും ഇത്രയും കാലം നാം കാത്തുപോന്നിരുന്ന ആദർശശുദ്ധിയിൽ കോട്ടം വരാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം. അതുപോലെ ഒരു പ്രസ്ഥാനം പ്രത്യേക സംഘടനാ സംവിധാനങ്ങളൊന്നുമില്ലാതെ വളർന്നു വരുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ, പല ചിന്താഗതിക്കാരായ ആളുകൾ അതിൽ കയറിക്കൂടാനും അനുചിതമായ പലതും സംഭവിക്കാനും സാധ്യതയുണ്ടെന്നും നാം മനസ്സിലാക്കുകയും ബോധവാന്മാരാകുകയും ചെയ്യണമെന്നും അദ്ദേഹം അതിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെടുകയും ബോധ്യപ്പെട്ട ശേഷം അതുമായി അകന്നു നിൽക്കുകയും ചെയ്യുന്നതൊക്കെ ഒരു സ്വാഭാവികമായ കാര്യം മാത്രമാണ്. സുന്നിയേതര വിഭാഗങ്ങളാണ് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കാവുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് പറഞ്ഞു വന്നത്. പ്രത്യേകിച്ച് SDPI അതുപോലെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ എന്ന ആരോപണത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇത്തരം ആളുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതും. ഈ പറയപ്പെട്ട വിഭാഗങ്ങൾക്കൊന്നും ഇതിൽ ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കുമ്പളങ്ങ കട്ടവന്റെ കാര്യം പറഞ്ഞതുപോലെ ഇവരിങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഈ തുള്ളൽ കാണുമ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്നല്ലേ മനസ്സിലാവുക. ഏതായാലും ബിദ്അത്തും മതരാഷ്ട്രവാദവും വ്യായാമം വഴി തിരികെ കയറ്റാമെന്ന ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെയുള്ള സുന്നി പണ്ഡിതന്മാർ തിരിച്ചറിയും, അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അജ്മീർ ദർഗക്കെതിരെയുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ നീക്കം അറിഞ്ഞപ്പോൾ അതിനെ പോലും അനുകൂലിച്ച് പോസ്റ്റിട്ട ചില കാപ്പട്ടന്മാരുടെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. അജ്മീർ ദർഗ പൊളിച്ചു കളയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെയാണ് ഈ പോസ്റ്റിട്ട മഹാന്മാർ പറയുന്നത്. ഇവരിൽ പലരുടെയും, ഇത്തരം പ്രതികരണം നടത്തുന്ന പലരുടെയും പ്രൊഫൈലുകളിൽ മേക്ക് 7 കാണാനുമുണ്ട്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് വളമിട്ട് കൊടുക്കുന്നു, NIA വീടുകൾ കയറി നിറങ്ങാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നു എന്നൊക്കെ പുലമ്പുന്നവർക്ക് ഈ പ്രതികരണങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട്. ഏതായാലും തിരുത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവർ തിരുത്തേണ്ട സമയത്ത് തിരുത്തിക്കൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് വിശ്വാസികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സംഭവിക്കാതിരിക്കട്ടെ. എന്നാലും ഒരു കാര്യം പറയാം. ഏതെങ്കിലും അന്വേഷണ സംഘങ്ങൾ അറിയാതെ ഇത്തരം ഏടാകൂടങ്ങളിൽ പെട്ടുപോയവന്റെ വീട്ടിൽ കയറിയിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി കൂടിയാണ് പണ്ഡിതന്മാരുടെ ഇത്തരം ഉണർത്തലുകൾ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ എന്നാണ് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചാനൽ ചർച്ചകളിൽ സുന്നി വിഭാഗത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ആളുകളുടെ പ്രതികരണം കേട്ടാൽ ഇതിൽ പെട്ടുപോയവർക്കും സാധാരണക്കാർക്കുമൊക്കെ കാര്യത്തിന്റെ കിടപ്പ് കുറച്ചൊക്കെ പിടികിട്ടും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ SYS നേതാക്കളിൽ ഒരാളായ മുഹമ്മദ് അലി കിനാലൂരിന് പൊങ്കാലയിടുന്ന കുറെ ആളുകളെ കണ്ടു. കൂട്ടത്തിൽ ഒരുത്തൻ വളരെ വൃത്തിയായി ഒരു ഭീഷണി സന്ദേശവും അയച്ചിട്ടുണ്ടത്രേ. ആളെ ഒന്ന് പരിചയപ്പെടാം എന്ന് കരുതി പ്രൊഫൈൽ ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ പ്രൊഫൈൽ ലോക്കാണ് പോലും. അപ്പോഴാണ് ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ കുരയ്ക്കുന്ന പലരുടെയും പ്രൊഫൈൽ ലോക്കാണ്. അതായത് ഭയത്തിൽ നിന്ന് മോചനം, പ്രൊഫൈൽ ലോക്കിൽ അഭയം. ഇതാണ് അവസ്ഥ. ഈ ഭീരുക്കളാണ് സമുദായത്തിന്റെ മൊത്തം കുത്തക ഏറ്റെടുക്കാൻ പോകുന്നത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി. ഇതിലും വലുതൊക്കെ ഇവിടെ വന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. ഒറ്റ കാര്യം കൂടെ, ഒരു പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ പെണ്ണിന്റെ പിതാവ് ആരാണ്, തറവാട് ഏതാണ് എന്നൊക്കെ അന്വേഷിക്കുന്നത് സ്വാഭാവികമാണ്. പിതാവിനെക്കുറിച്ചോ തറവാടിനെക്കുറിച്ചോ കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ അന്വേഷണം ഊർജിതമാക്കുന്നതോ ആ ബന്ധം തന്നെ വേണ്ടെന്ന് വെക്കുന്നതോ ഒക്കെ നാട്ടുനടപ്പാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.